contestant, Steffi Thomas. നമസ്കാരം. എന്ത് ചെയ്യുന്നു? ഞാൻ എംകോം ഒരു സെമസ്റ്റർ കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എംകോം ഒരു സെമസ്റ്റർ കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അല്ല? ഏത് കോളേജിലാണ് പഠിച്ചത്? ക്രിസ്തു ജ്യോതി, ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. എന്തോ ഒരു സെമസ്റ്റർ കൂടെ കംപ്ലീറ്റ് ചെയ്യാതെ പോയത്? അത് സാഹചര്യം അങ്ങനെയായിരുന്നു, എനിക്ക് വയ്യാതിരിക്കുകയായിരുന്നു. അസുഖം കാരണം അത് ചെയ്യാതിരുന്നു പോയതാണ് അല്ലേ? സ്കൂളൊക്കെ എവിടെ പഠിച്ചത്? അവിടെ തന്നെയാണ്. സ്കൂളിംഗ് എല്ലാം ക്രിസ്തു ജ്യോതി തന്നെയാണ്. എന്താണ് പരീക്ഷയുടെ ദിവസം പനിയായിരുന്നോ? എന്തേ? അല്ല, സാഹചര്യം സംഭവിച്ചില്ല എന്ന് പറഞ്ഞത്? ചെറിയൊരു അസുഖമായിരുന്നു, ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ആയിരുന്നോ? എവിടെയായിരുന്നു? ഓവറിയിലായിരുന്നു. ആണ്. എന്നിട്ട് ലേക്ക് ഷോറിലായിരുന്നു ട്രീറ്റ്മെന്റ്. ഗംഗാധരൻ ഡോക്ടർ ആയിരുന്നു. ഇപ്പൊ ഫൈൻ, കുഴപ്പമൊന്നുമില്ല. 2 വർഷമായി. അപ്പം നമ്മുടെ ഇന്നസെന്റ് ഏട്ടനെയൊക്കെ പോലെ അതിനെ ശക്തമായി തരണം ചെയ്ത് വന്ന ഒരാളാണ്. നല്ലൊരു കയ്യടി നമുക്ക്. കുറച്ചു മുമ്പ് നമ്മുടെ അവതരണം നടക്കുമ്പോൾ നന്ദിനി പറഞ്ഞു, ഇവിടെ വന്ന് എൻ്റെ ചോദ്യങ്ങൾ കേട്ട് ഈ ലൈറ്റും ഇതുമൊക്കെ കൂടെ കണ്ട് പേടിച്ച് ടെൻഷൻ അടിച്ച് ഒരുപാട് പേര് ഉത്തരം പറയാതെ പോകുന്നുവെന്ന്. ഇപ്പോൾ മനസ്സിലാക്കുക, ഹോം മിനിസ്റ്ററും ഇവിടുത്തെ ചോദ്യവും ഉത്തരങ്ങളും ഈ ഇരിക്കുന്ന സമ്മാനം ഒന്നും പേടിപ്പിക്കാൻ പറ്റാത്ത ഒരാൾ ഒരു രോഗത്തെ തരണം ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്റ്റെഫി, ഈ പ്രായത്തിലൊക്കെ ഇങ്ങനൊരു വാർത്ത ആദ്യം കേട്ടപ്പോൾ സ്റ്റെഫിക്ക് ഉൾക്കൊള്ളാൻ എത്ര സമയം വേണ്ടി വന്നു? സ്വാഭാവികമായിട്ടും ആരെപ്പോലെ ഞാനും തളർന്നായിരുന്നു. പക്ഷേ എന്നെക്കാളും കൂടുതൽ എൻ്റെ വീട്ടുകാരായിരുന്നു. എൻ്റെ അപ്പായും അമ്മയും, മൂത്ത മോളാണ് ഞാൻ. അവർ സൂയിസൈഡിന് വരെ ഒരുങ്ങി എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ ഒരു ശക്തി എന്ന് തന്നെ പറയാം. ഇതിനെ നേരിടുക തന്നെ ഉള്ളൂ. ഇതിന് ഏറ്റവും വലിയ പ്രതിവിധി എന്ന് പറയുന്നത് ഇതിനെ നേരിടുക തന്നെ ഉള്ളൂ. കോൺഫിഡൻസോടെ നേരിടുക തന്നെ ഉള്ളൂ. ഡോക്ടറാണ് എനിക്ക് അസുഖമാണെന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞത്. ഗംഗാധരൻ ഡോക്ടർ. തീർച്ചയായിട്ടും കുറേ പേര്, ചിലവർക്ക് എന്നെ ഫേസ് ചെയ്യാൻ കുറേ മടി കാണും. രൂപ വന്നപ്പോൾ ഇങ്ങനൊന്നും ആയിരിക്കില്ല. പക്ഷേ ഫാമിലിയിൽ നിന്ന് എനിക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പപ്പയുടെ സിസ്റ്ററും അവരുടെ ഫാമിലി ആയിരുന്നു. പപ്പ ഇവിടെ കാണത്തില്ല, വെളിയിലാണ്. കീമോതെറാപ്പിക്കൊക്കെ കസിൻസും ബ്രദേഴ്സും സിസ്റ്റേഴ്സും അവരെല്ലാവരുമാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ എംകോമിൻ്റെ 2 സെമസ്റ്റർ പോയായിരുന്നു. ഒരു സെമസ്റ്റർ ഫ്രണ്ട്സ് എന്നെ വീട്ടിൽ വന്നിരുന്ന് പഠിപ്പിച്ചിട്ടാണ് ഒരു സെമസ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. താങ്ക്സ് ടു ഓൾ മൈ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്, കോളേജിലെ എല്ലാവർക്കും, അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഈ രോഗം കൊണ്ട് ഇപ്പോൾ ലോകം മുഴുവൻ ഉഴലുന്ന ആളുകൾക്ക് ഒരു 2 വാക്കിൽ എന്താണ് അവരോട് പറയാനുള്ളത്? അവരോടും അവരുടെ ഫാമിലിയോടും പറയാനുള്ളത്, ഒരിക്കലും അവരെ തനിച്ചാക്കരുത്. അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. Next contestant, Jayashree. കർക്കശക്കാരിയായ ഒരു ഹിന്ദി ടീച്ചറുടെ മുഖമാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്. വീട്ടിൽ മക്കളൊക്കെ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. മക്കള് ചെറുപ്പത്തിൽ പഠിക്കാതായിരിക്കുമ്പോ എന്ത് പറയുമായിരുന്നു അവരോട്? വഴക്കൊന്നും അങ്ങനെ പറയാറില്ല. അവരെ ഇല്ല. മക്കള് ഏതുവരെ പഠിച്ചു? മക്കളൊക്കെ മകൻ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. CA കാരനാണ്. ഇല്ല, CA ഒക്കെ ബുദ്ധിയുള്ളവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ. വെറുതെ പോയി ചാർട്ടേഡ് അക്കൗണ്ട് തല വെച്ചാൽ അടി മേടിക്കേണ്ട കാര്യമുള്ളൂ അല്ലേ? ഇളയാളോ? മകൾ MBA കഴിഞ്ഞ ഇപ്പൊ ഒരു ഹോളിഡേസിൽ വർക്ക്. MBA. മാഡം എത്ര വരെ പഠിച്ചു? ഞാൻ ഡിഗ്രി വരെ പഠിച്ചു. ഡിഗ്രി പഠിച്ച ഒരാളാണ് CA കാര്, MBA കാര്. കനത്ത IQ ലെവലുള്ള ഒരു വീട്ടിൽ നിന്നാണ് വരുന്നത് അല്ലേ? അപ്പൊ ചെറുപ്പത്തിൽ ഈ ഡിഗ്രിയൊക്കെ, അന്ന് കാലത്തെ ഡിഗ്രിയൊക്കെ പാസ്സായ സ്ഥിതിക്ക് അന്ന് ഒരുപാട് ജോലിക്കുള്ള ഓഫറുകളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? ഡിഗ്രി ഇതിന് ഹിന്ദി കോളേജിൽ പോയിരുന്നു. ഹിന്ദി പഠിക്കാൻ പോയിരുന്നു. എനിക്കറിയാം, ഹിന്ദി ടീച്ചർമാരുടെ മുഖം കണ്ടാൽ എനിക്കതൊരു വല്ലാത്ത രീതിയിൽ. മെയിൻ അല്ല, സബ് ഹിന്ദി എടുക്കുന്നത് അല്ലേ? കബീർ ദാസ് की धोखे के बारे में 2 बात आप क्या बता सकता है? क्या पता नहीं ये लोगों को नहीं पता? ഒരു രക്ഷയില്ല. Next contestant, Sanit Kumar. സനിത്, നമ്മൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ 2ാമത്തെ കൊച്ചിന്റെ ചോറിന്റെ ദിവസം 4 വയസ്സുള്ള മൂത്ത മോന് വീട്ടുകാരൊരു ചെറിയ മുണ്ടെടുത്ത് ഉടുപ്പിക്കും. അതുപോലെ ഒരു കുഞ്ഞു കുട്ടി മുണ്ടെടുത്തോണ്ട് വന്നൊരു ഫീലാണ് സനിതിനെ കാണുമ്പോൾ എനിക്ക് കിട്ടുന്നത്. സനിത് എന്ത് ചെയ്യുന്നു? ഞാൻ ജ്വല്ലറി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ജ്വല്ലറിയിൽ എപ്പോഴും ആണുങ്ങളാണല്ലോ സെയിൽസ്മാൻ ആയിട്ട് നിൽക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? പെണ്ണുങ്ങളാണെങ്കിൽ നേരത്തെ വീട്ടിൽ പോകണം, അവർക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജെൻസ് ആണെങ്കിൽ കുറച്ച് ടൈം എക്സ്പെൻഡ് ചെയ്യും. പിന്നെ കൂടുതൽ
കസ്റ്റമർ ലേഡീസ് ആണ് വരിക. അപ്പൊ അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണുങ്ങളെ അവിടെ വെച്ചിരിക്കുകയാണ്. സുന്ദരന്മാരായ ആൺകുട്ടികളെ അവിടെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് സുന്ദരിമാരെ ആകർഷിക്കാൻ. ഓ, അങ്ങനെ ഒരു സൈക്കോളജിക്കൽ മൂവ് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അങ്ങനെ പെൺകുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അത് തിരിച്ചു അങ്ങനെയാണ്. നമുക്ക് ഇഞ്ചക്ഷൻ നേഴ്സുമാർ എടുക്കുമ്പോൾ ഒരു വേദനയില്ല, ആണുങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊക്കെ പൊട്ടി ചോര വരുവായിരുന്നു. പെൺ നേഴ്സുമാർ എടുത്താൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു ചെറിയ സൈക്കോളജിയിലാണ് പിടിച്ചെടുത്തിരിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് അശ്വതി എസ് നായർ. നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടോളൂ, ഞാൻ കേട്ട് നിൽക്കാം. ഒരു പുതുമയ്ക്ക് വേണ്ടി. അശ്വതി എസ് നായർ എന്ത് ചെയ്തു? ഞാൻ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയോ? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഓർത്ത് അങ്ങോട്ട് കൊടുത്തത്. ഇതാണെങ്കിൽ ഞാനിത് ചെയ്യില്ലായിരുന്നു. ഞാനും ഞെട്ടിപ്പോയി. സംസാരിച്ചോളൂ. എവിടെ വരുന്നു? ഞാൻ കോഴിക്കോട്. എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പൊ റിസൈൻ ചെയ്തു. അപ്പൊ ഏതായിരുന്നു? ഞാൻ സിവിലായിരുന്നു. അതാണ് സൈറ്റിൽ പോണ്ടി വന്നത്. അപ്പൊ പിന്നെ ദൂരെയൊക്കെ ആയപ്പം ലോങ് ഒക്കെ ആയപ്പം പോയി വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇപ്പം ഹോം മിനിസ്റ്റർ ഒരു ജോലിയാക്കാന്ന് വിചാരിച്ചു. ഹോം മിനിസ്റ്റർ ഇവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് നോക്കിയിട്ട് ഒരു സിവിൽ എഞ്ചിനീയർ എന്നുള്ള നിലയിൽ ഇതിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളൊക്കെ ഒന്ന് രണ്ട് പറഞ്ഞില്ല. ആ കസേര അവിടെ ഇടുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഒരു എഞ്ചിനീയറിംഗ് പരമായിട്ട് ഇതിന് എന്താ കുഴപ്പമുള്ളത്? എഞ്ചിനീയറിംഗ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ കസേര ഇതിന് നല്ല കസേര ഉണ്ട്. അല്ല, ഇദ്ദേഹം വാസ്തു അല്ലല്ലോ. നോട്ട് വാസ്തു യു സേ. അല്ല, വാസ്തു അങ്ങനെയാണെങ്കിൽ വാസ്തുശാസ്ത്രപ്രകാരം എല്ലാം കൃത്യമായിട്ടൊരു വീട്ടിലുണ്ടാവും. ഈശാന കോൺ, കന്നിക്കോൺ, വീഡിയോ കോൺ, അത് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള മൂലയാണ്. അല്ല, സിവിലിൽ വാസ്തു ഒക്കെ പഠിപ്പിക്കുമോ? സിവിലിൽ വാസ്തു ഉണ്ട്. വാസ്തു പിന്നെ അതായിട്ട് എടുത്ത് പഠിക്കുന്നവർ വേറെയുണ്ട്. അത് അറിയണം എന്നുള്ളവര് കൂടുതലായിട്ട്. ഓക്കെ, ഇപ്പം പിഷിച്ചേട്ടൻ നിൽക്കുന്ന സ്ഥാനം കറക്റ്റ് ആണോ? ഒരു അസ്ഥാനത്തുള്ള നിപ്പല്ലേ അത്? നിപ്പിന് കുഴപ്പമൊന്നുമില്ല. നിപ്പിന് കുഴപ്പമില്ല, പിന്നെന്താ? എനിക്കാണ് കുഴപ്പം. ഈ വാസ്തുവിനെ പറ്റി ഇത്രയും പറഞ്ഞുകൊണ്ട് പറയണേ. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു പുള്ളി വന്നിട്ട് പുള്ളിക്ക് 2-3 ദിവസം ഭയങ്കര വിശ്വാസിയാ. 2 ദിവസം പനി, 1 ദിവസം ജലദോഷം പിടിച്ചപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു വാസ്തുവിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ പുള്ളി അങ്ങ് വടക്കെ ഇടുന്ന ഒരു ഭയങ്കര വാസ്തുവിദ്വാനെ കൊണ്ടുവന്നു. വാസ്തുവിദ്വാൻ കൊണ്ടുവന്ന് മൊത്തം കുറെ നേരം അവർ നോക്കിട്ട് പറഞ്ഞ് ഫ്രണ്ട് പൊളിക്കണം. ഫ്രണ്ടേ ഏറ്റവും പൈസ മുടക്കിയിട്ടേക്കണ 2 തൂണും ടൈൽസും ഗ്രാനൈറ്റ് ഇത് പൊളിച്ചിട്ട് അങ്ങോട്ട് നേരെ ഇപ്പുറത്തേക്ക് തിരിച്ചു വെച്ചെങ്കിൽ മാത്രമേ സംഗതി ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. പണിയങ്ങ് തുടങ്ങി. JCB വന്നു, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് പണിത ഫ്രണ്ട് പൊളിച്ചു. ഈ സാധനം നേരെ തിരിച്ച് എങ്ങോട്ടാണോ ഇരുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചു. അതിന്റെ പണി 1 മാസം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഗൃഹനാഥന്റെ ഒരു ആഗ്രഹം, നമ്മളൊരു വാസ്തുക്കാരനെ വിളിച്ചുകൊണ്ട് വന്നതല്ലേ, അയാൾ പറഞ്ഞിട്ടാണല്ലോ നമ്മളിത് ചെയ്തത്, പാല് കാച്ചിന് പുള്ളീനെ കൂടെ വിളിക്കാമെന്ന് പറഞ്ഞ് പുള്ളീനെ 2ാമത് കൊണ്ടുവന്ന് പാലൊക്കെ കാച്ചുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞു എന്നാന്ന് പ്രാർത്ഥിച്ചിട്ട് പാല് കാച്ചാന്ന് പറഞ്ഞാൽ പുള്ളി ഏഹോനം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഇതെല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു തന്നു, ഈ പുള്ളി ഇങ്ങോട്ടും തിരിഞ്ഞു തന്നു. അപ്പൊ ഈ ഗൃഹനാഥൻ ചോദിച്ചു ഇതെന്താ ഏട്ടാന്ന് ചോദിച്ചു. എന്നെ പുള്ളി പറഞ്ഞു ഇതല്ലേ കിഴക്ക് എന്ന് ചോദിച്ചു. അല്ല, അയ്യോ എന്നാ പൊളിക്കണ്ടായിരുന്നു എന്ന്. ഇത് മുഴുവൻ ഒരു ആവശ്യമില്ലാണ്ട് മൊത്തം പൊളിച്ച് കാട്ടിലേക്ക് കിടന്നു. ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ദിവ്യ എ. ദിവ്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദിവ്യത്വമുള്ളത്. ദിവ്യത്വമുള്ളത് പറയാ, ത്വമുള്ളതിന് തൊട്ട് മുമ്പ് ദിവ്യയാണല്ലോ കിടക്കുന്നത്. ഡിവൈൻ എന്നാണോ അതോ അത്ഭുതം എന്നാണോ? അത്ഭുതം. അത്ഭുതം. ദിവ്യൻ, അയാൾ ഒരു അത്ഭുത മനുഷ്യനാണ്. ഇനി ദിവ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? അറിയില്ല. ഓക്കെ, ഏതുവരെ പഠിച്ചു? എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അറിഞ്ഞിരുന്നില്ല. ഇവിടെ വരുന്നവർ എഞ്ചിനീയർ. 2 എഞ്ചിനീയർമാർ തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്തൊരു എഞ്ചിനീയറിംഗ് ഡിഫറൻസ് ആണ് നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ തന്നെ. എവിടെയാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്? പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ കാര്യങ്ങള്? ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല, കുഞ്ഞുണ്ട്, വീട്ടമ്മയായിട്ട് നിൽക്കുകയാണ്. ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു വരച്ച പ്ലാനൊക്കെ വരച്ചൊരു വീട് അവിടെ തന്നെ ഉണ്ടോ? നമ്മുടെ മലയാളികളോട് ഒരാളിങ്ങനെ ചോദിച്ച ചോദ്യമാണ്, ഭയങ്കര ഹിറ്റ് ചോദ്യമാണ്, പക്ഷെ അതിന് ഉത്തരം കറക്റ്റ് ആയിട്ട് ഇപ്പോഴും നമുക്ക് അറിയത്തില്ല. എന്താണ് ജാവ? എന്താണ് ജാവ? ശരിയാ, കൊള്ളാം. കാരണം ജാവ വളരെ സിമ്പിൾ ആണെന്ന് വളരെ പവർഫുൾ ആണ് എന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ. എന്താണ് ജാവ എന്ന് ഇതുവരെ നമുക്കറിയാം. ജാവ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ബുദ്ധി എനിക്കുണ്ടോ? കുറച്ചുകൂടി വിശദമായിട്ട് തരൂ. വെബ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുന്ന ഭാഷയാണ് ജാവ അല്ലേ? എഞ്ചിനീയറിംഗ് പഠിച്ച് വാവയെ നോക്കിയിരിക്കുന്ന ആളോടാണ് ജാവയെ കുറിച്ച് നീ ചോദിക്കുന്നതെന്ന് നീ എപ്പോഴും ആലോചിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. മാറിയെന്നുള്ളൂ അല്ലേ? വേണ്ട, അവിടെ തന്നെ എന്നുള്ളൂ. നമ്മുടെ മത്സരാർത്ഥികളെല്ലാം എത്തിക്കഴിഞ്ഞു. ഇനിയാണ് ജാവ ജയിക്കുമോ, എഞ്ചിനീയറിംഗ് ജയിക്കുമോ, ജ്വല്ലറി ജയിക്കുമോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ട നിമിഷം. നേരെ ബാക്കിലേക്ക് പോയിക്കോള്. 1 മുതൽ 5 വരെയുള്ള അക്കങ്ങൾ അവിടെയുണ്ട്. അവനവന് ഇഷ്ടപ്പെട്ടതിൽ ചാടിക്കയറി നിന്നുള്ളത്.
പേര് തയ്യാറായി കഴിഞ്ഞു. 4 സ്ത്രീകളും 1 പുരുഷനും. നിങ്ങൾക്ക് നിങ്ങളുടെ ആരും മത്സരിച്ചാലാണ് കുഴപ്പം തോന്നുന്നു അങ്ങനെ ഒരാളെ ഇവിടെ ഔട്ടാക്കാനുള്ള ഒരു അവസരമാണിത്. ആരൗട്ടാകണമോ അയാളുടെ നമ്പർ നിങ്ങൾക്ക് കിട്ടുന്ന സ്ലേറ്റിൽ നിങ്ങൾ ഭംഗിയായിട്ട് എഴുതുക. എന്ത് ടീച്ചറെ, എഞ്ചിനീയർമാരെ നിങ്ങൾ ഈ സ്ലേറ്റ് മേടിച്ചോളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഔട്ടാവാൻ പോവുകയാണ്. ഈ കളിയിൽ നിന്നും താൽക്കാലികമായി പുറത്തേക്ക് പോകാൻ പോവുകയാണ്. നന്ദിനി 1 2 3 പറയുമ്പോൾ ആരൗട്ടാവണമോ അയാളുടെ നമ്പർ എഴുതുക. 1 2 3. ഈ കളിയിലെ തന്നെ ഏറ്റവും സസ്പെൻസ് നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ ജയിക്കും, ഒരാളല്ല 4 പേർ ജയിക്കും, ഒരാൾ തോക്കും. ചിലരൊക്കെ ഈ റൗണ്ട് ഉള്ളതുകൊണ്ട് മാത്രം ഈ കളിയിൽ വരില്ല, ഞങ്ങൾക്ക് ആരെയും തോൽപ്പിക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞവരും ഉണ്ടെന്നാണ് ഞാൻ തന്നെ പറയുന്നത്. പക്ഷെ എല്ലാവരും വരും, ഒരാളെ തോൽപ്പിക്കും, അവർ മത്സരത്തിൽ കയറും. മനുഷ്യൻ അങ്ങനെയാണ്. ഇനി നന്ദിനി 1 2 3 വീണ്ടും പറയുമ്പോൾ നിങ്ങളത് തിരിച്ചോളും. 1 2 3. ഒരു കുഞ്ഞുള്ളതിൻ്റെ പേരിൽ ജോലി രാജിവെച്ച് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി കണ്ടെത്തിയ സമയത്തിൽ നിന്ന് ഒരല്പം സമയം മിച്ചം പിടിച്ചുകൊണ്ട് റോളിംഗ് സ്റ്റാർ ഹോം മിനിസ്റ്ററിൽ പങ്കെടുക്കുക എന്ന ആഗ്രഹത്തോടെ വന്നതാണ് ഈ ചേച്ചി. പക്ഷേ യാദൃശ്ചികമായിട്ടും കുറച്ചൊക്കെ അറിഞ്ഞുകൊണ്ടും സഹയാത്രികർ കൂട്ടത്തിലൊരു യാത്രികയെ ഇവിടെ വെച്ച് തന്നെ പുറത്താക്കിയാണ്. അത് ഈ കളിയുടെ നിയമമാണ്. നിങ്ങൾ ഈ ചേച്ചിയുടെ നമ്പർ എഴുതി വരുന്ന കൈപൊക്കിക്കുക, അല്ലെ ചേച്ചി അറിയാതെ പോകും ആരൊക്കെ അത് ചെയ്തെന്നുള്ളത്. അതെങ്ങനെ ഞാൻ പറയാന്ന് പറഞ്ഞത്? ഞാൻ പറയാം ഇവര് 3 പേരും എങ്ങനെ പറഞ്ഞത്? രണ്ടുപേരുടെ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി. പക്ഷെ ചേച്ചി അത് മുഖത്ത് കാണിക്കാതെ എങ്ങനെയാ നിന്നത്? ചേച്ചിക്ക് നല്ല അഭിനയശേഷി ഉണ്ടല്ലോ. എന്തായാലും ഒരാൾ ഔട്ടാവും, അത് അറിയാം. പക്ഷെ ചേച്ചിക്ക് അഭിനയശേഷി എവിടെ നിന്ന് കിട്ടിയത്? കോളേജിൽ പഠിക്കുമ്പോ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ലേ? ഉണ്ട്. ടാബ്ലോ ആണെങ്കിൽ അനങ്ങണ്ട, ഇങ്ങനെ വെറുതെ നിന്നാ പോരെ, വേറൊന്നും ചെയ്യണ്ടല്ലോ. അതാണല്ലോ ഇവിടെ ആ ടാബ്ലോ അലങ്ങാതെ നിൽക്കുന്ന ഭയങ്കര കഴിവുണ്ട്. എന്തായിരുന്നു നിങ്ങളുടെ ടാബ്ലോ? വാഴക്കുല, ബോംബെ ബോംബ് സ്ഫോടനം, നീതി ദേവത, കണ്ണട നീതി ദേവത. ചേച്ചിയായിരുന്നു നീതി ദേവത. എവിടെ നീതിയില്ല ദേവതയില്ല. കോളേജിൽ പഠിക്കുമ്പോൾ നീതി ദേവത കാണിച്ചുകൊണ്ട് വന്ന ഒരാളാണ്. നല്ല പ്രായത്തിൽ കോളേജിൽ പഠിക്കുമ്പോൾ നീതിക്ക് വേണ്ടി ശക്തിയുക്തം വാദിച്ച ഒരാളെ ഒരു നീതിയുമില്ലാതെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് നിൽക്കുകയാണ് നമ്മുടെ 4 മത്സരാർത്ഥികൾ. നീതി ദേവതയ്ക്കുള്ള സമ്മാനങ്ങൾ നീതിയോടെ നീ തന്നെ എടുത്തോണ്ട് വരും. കുഞ്ഞിനെ വിളിച്ചോട്ടെ. കുഞ്ഞിനെ വിളിച്ചോളൂ.